everyone, welcome back to my channel. കുറച്ച് നാളായി നമ്മൾ ട്രാവൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. ആദ്യം നമ്മൾ പോണത് ഗ്രാൻഡ് പ്ലേസിലേക്കാണ്. ഇതൊരു സിറ്റി സ്ക്വയർ ആണ്. 4 ഭാഗത്തുമായിട്ട് ഭയങ്കര ഹ്യൂജ് ഓൾഡ് ബിൽഡിങ്സ്, എല്ലാത്തിൻ്റെ കളറ് ഗോൾഡൻ ആണ്. ഒരു സമയത്ത് കിങ്സ് ഹൗസ് ആയിട്ടും ടൗൺ ഹാൾ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ബിൽഡിങ്സ് ഇപ്പം മിക്കവാറും എല്ലാം കടകളാണ്. ഗ്രാൻഡ് പ്ലേസിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ ടൗൺ ഹാൾ കാണാൻ പറ്റും. ഇതാണ് ആ ബിൽഡിംഗ്. നല്ല രസമില്ലേ കാണാൻ? നമ്മുടെ ഒരു നാലുകെട്ടിൻ്റെ ഒക്കെ ഒരു ആർക്കിടെക്ചർ പോലെ ഉണ്ടല്ലേ ഇത്. നമ്മളിപ്പോൾ ഇതിന് ചുറ്റും ഒന്ന് നടന്നു നോക്കാം എന്ന് വിചാരിച്ചു. ബെൽജിയം വാഫിൾസിനും ചോക്ലേറ്റിനും ഫേമസ് ആയതുകൊണ്ട് മിക്കവാറും കടകളൊക്കെ അത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ എത്തിയോണ്ട് കടകളൊക്കെ തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും ബ്രസൽസിൽ ട്രിപ്പിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഡേ ടിക്കറ്റ് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ നമുക്ക് ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് വേണമെങ്കിലും അതിൽ വെച്ച് കവർ ചെയ്യാം. അത് 8 യൂറോ ആണ്. ഇപ്പോൾ ടിക്കറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ പോയി വാങ്ങണം എന്നൊക്കെ അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂഷ്വൽ ക്രെഡിറ്റ് കാർഡ്, ബാങ്കിൻ്റെ കാർഡ് വെച്ചിട്ട് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ടാപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം ടാപ്പ് ചെയ്യുമ്പോൾ 750 യൂറോസ് അതിന് എടുക്കും. പിന്നെ എക്സ്ട്രാ പൈസയൊന്നും എടുക്കില്ല. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ഡേ ഈ ഒരു ഇത് വെച്ചിട്ട് ട്രാവൽ ചെയ്യാം. അങ്ങനെ അടുത്ത നമ്മൾ പോണത് ഇവിടുത്തെ കത്തീഡ്രലിലേക്കാണ്. ഈ കത്തീഡ്രലിൻ്റെ പേര് കത്തീഡ്രൽ ഓഫ് സെയിൻറ്റ് മൈക്കിൾ ആൻഡ് സെയിൻറ്റ് ഗൊഡൂല എന്നാണ്. ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ടോൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ തീരാൻ ഓൾമോസ്റ്റ് 300 ഇയേഴ്സ് എടുത്തു അത്രേ. ഇപ്പോഴും റോയൽ വെഡ്ഡിങ്സ് ഒക്കെ ഈ കത്തീഡ്രലിന് അത്രേ നടത്തണത്. നമ്മൾ എത്തിയപ്പോൾ തൊട്ടേ ഒരു മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു ലേഡി അവിടെ ഇരുന്നിട്ട് ഇതെന്ത് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ശബ്ദമായിരുന്നു അത്. ആർക്കെങ്കിലും ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അധികം ആൾക്കാരൊന്നുമില്ല, അതിൻ്റെ കൂടെ ഈ മ്യൂസിക്കും പിന്നെ ഈ സ്റ്റെയിൻ ഗ്ലാസ്സിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും എല്ലാം കൂടെ ഭയങ്കര കാമാക്കണ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ബെൽജിയത്തിൽ വന്നാൽ മസ്റ്റ് ട്രൈ എന്ന ആൾക്കാർ പറയുന്ന ഒരു 3 സാധനങ്ങളാണ് വാഫിൾസ്, ഈ പിന്നെ പോമസ് ഫ്രിറ്റസ്, അതായത് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെന്തൊരു സാധനം കൂടെ ഉണ്ടായിരുന്നില്ലേ, ബെൽജിയൻ ചോക്ലേറ്റ്. അപ്പം ആദ്യം ഇപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ സമയമായതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ്. ഒരു നല്ല കട തപ്പി പോവുകയാണ്. നോക്കാം. കളർഫുൾ കുപ്പായൊക്കെ ഉണ്ടല്ലേ, സമ്മറായപ്പോഴേക്കും കുറേ കളർഫുൾ. ഇന്ത്യനാണോ? അല്ല, ഇന്ത്യയാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ. അങ്ങനെ ഒരു കട കണ്ടുപിടിച്ചു. നമുക്ക് ഓർഡർ ചെയ്യാം.
പലതരം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലിന് €7.50 ആയിരുന്നു. നമ്മൾ അതുതന്നെയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഒരു എക്സെപ്ഷണൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയില്ല. നമുക്ക് ഇതിലും ഇഷ്ടപ്പെട്ടത് ആംസ്റ്റർഡാം പോയപ്പോൾ കഴിച്ച ഫ്രൈസ് ആയിരുന്നു. ഇത് കുറച്ച് സോസി ആയിരുന്നു. പോമസ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്നാൽ വാഫിൾസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈ ചെയ്തത്, ന്യൂട്ടെല്ല ബനാന വാഫിൾ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വാഫിൾസ് കൊണ്ടുവന്ന് വെച്ചത് തീർന്നൊന്നും അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്, അത് കാണാനാണ് പോണത്. സ്റ്റാച്യു കാണാൻ പോണ വഴി നമ്മൾ ഇവിടുത്തെ വേറെ അട്രാക്ഷൻസ് കണ്ടു. അതാണ് ഈ ഷോപ്പിംഗ് ആർക്കേഡ്. ഇതിൻ്റെ പേര് റോയൽ ഗാലറി ഓഫ് സെയിൻറ്റ് ഹുബർട്ട് എന്നാണ്. രണ്ട് സൈഡിലും ലക്ഷറി ബ്രാൻഡ്സിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും കഫേ ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പിംഗ് ആർക്കേഡായിരുന്നു. അങ്ങനെ നമ്മളൊരു ചോക്ലേറ്റ് ഷോപ്പിൽ കയറിയിട്ടോ. അപ്പോൾ അവർ സ്റ്റോറി പറയുമ്പോഴാണ് പറഞ്ഞത് ഇവിടുത്തെ റോയൽസിന് വേണ്ടിയിട്ട് ഇവരാണത്രേ ആദ്യമായിട്ട് ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയത്. കുറച്ച് പ്രൈസി ആയിരുന്നു, എന്നാലും നമ്മൾ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നല്ല ചോക്ലേറ്റ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ സ്റ്റാച്യുവിലേക്കുള്ള വാക്ക് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. നമ്മൾ പോണ സ്റ്റാച്യുവിൻ്റെ പേര് മന്നേക്കൻ പിസ് എന്നാണ്. പേര് പോലെ തന്നെ ഒരു യങ് ബോയ് പിസ് ചെയ്യണത്, അതാണ് ഈ സ്റ്റാച്യു. ഇത് ബെൽജിയത്തിൻ്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറാണ് ഈ സ്റ്റാച്യു എന്ന് അവർ ഡെപിക്റ്റ് ചെയ്യണത്. ഈ സ്റ്റാച്യുവിന് സ്വന്തമായിട്ട് ഏകദേശം 1000 കോസ്റ്റ്യൂംസ് ഉണ്ട് അത്രേ. ഓരോ ഒക്കേഷൻ അനുസരിച്ച് അതിങ്ങനെ ചേഞ്ച് ചെയ്തോടെ ഇരിക്കുമെന്ന്. ശരിക്കും ഹ്യൂമറസ് ആണല്ലേ. ആൻഡ് ഇത് കാണാൻ നമ്മളെപ്പോലത്തെ ആൾക്കാർ വരുന്നുമുണ്ട്. ഇപ്പം നമ്മൾ പോണത് വേറൊരു ലാൻഡ്മാർക്കായ ആറ്റോമിയത്തിക്കാണ്. അയണിൻ്റെ ആറ്റമിക് ഷേപ്പിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ബിൽഡിംഗ്. 9 സ്ഫിയറാണ് ഇതിലുള്ളത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്ട്രക്ചറാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കയറാം. ഓരോ സ്ഫിയറിൻ്റെ അകത്തും പല കാര്യങ്ങളാണ് നടക്കുന്നത്. ചിലതിൻ്റെ അകത്ത് എക്സിബിഷനാണ്, ചിലത് റെസ്റ്റോറൻറ്റ്സ് ആണ്, ചിലത് വേണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഓവർ ചെയ്യാം കിഡ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഇതിനകത്ത് കയറാനൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. നമ്മളത്ര പ്രിപ്പയർഡ് ആയിട്ടായിരുന്നില്ല വന്നത്, അതുകൊണ്ട് എത്തിയപ്പോഴേക്കും അതിൻ്റെ എൻട്രൻസ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോൾ ഇവിടെ 7 മണിയായി. പക്ഷേ കണ്ടാൽ തോന്നുന്നു നല്ല സൂര്യൻ. ഇവിടെ സമ്മർ ഫുൾ ഇങ്ങനെയാണ്. രാവിലെ തൊട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 17,000 സ്റ്റെപ്സ് നടന്നു ഇപ്പം തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു പാർക്കിലാണ്. ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ പാലസ് ഉള്ളത്. നമുക്ക് പോവേണ്ടത് അവിടേക്കാണ്. ഇപ്പോൾ ഇത് ഒരു നോർമൽ പാർക്കാണെന്നുണ്ടെങ്കിലും പണ്ട് ഇതൊരു റോയൽ ഹണ്ടിങ് ഗ്രൗണ്ട് ആയിരുന്നു അത്രേ. ഈ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പാലസ് ഉള്ളത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുകയായതുകൊണ്ട് ഇവിടെ എൻട്രൻസ് ഇല്ല. പക്ഷേ ഇത് എന്തൊരു വലിയ പാലസ് ആണല്ലേ. കണ്ടില്ലേ, ഈ റോഡിൻ്റെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പാലസാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ബ്രസൽസിലെ കാഴ്ചകൾ. നിങ്ങളത് എൻജോയ് ചെയ്തു എന്ന്